ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കും ഗ്രാഫിക് ഡിസൈനേഴ്സിനും ഉള്ളൊരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഉള്ളൊരു ചോദ്യമാണ് ദുബായിൽ ഗ്രാഫിക് ഡിസൈനേഴ്സിന് സ്കോപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കാൻ പോണത്. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനറിന് ഇവിടെ കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ദുബായിൽ കിട്ടുന്ന ഒരു സാലറിയെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്തുകൊണ്ട് ദുബായ് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ബ്രാൻഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ആവശ്യം വരുന്ന ഒരു സ്ഥലമാണ് ദുബായ്. കാരണം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകളുടെ ഒരു വലിയൊരു ബിസിനസ്സിൻ്റെ ഇന്നോവേഷൻസിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് ദുബായ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഗ്രാഫിക് ഡിസൈനിന് വളരെയധികം സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഡ്വർടൈസിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ, പിന്നെ ടെക് ഇൻഡസ്ട്രീസ്, ഇ കൊമേഴ്സ്, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെ പറയുന്ന മേഖലകളിലെല്ലാം ഇത് ആവശ്യമുണ്ട്. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ പല മേഖലകളുണ്ട്. ഒരു ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നതിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏതൊക്കെയാണ് ഇവിടെ ആവശ്യമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ UI/UX ഡിസൈന്, മോഷൻ ഗ്രാഫിക്സ്, ബ്രാൻഡിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ UI/UX ഡിസൈനൊക്കെ എന്താണെന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോ, UI എന്താണ്, UX എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇവിടെ ഐ ബട്ടണിലും ഒക്കെ കൊടുത്തിരിക്കാം. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ഇവിടെ ഈവൻ ഫ്രീലാൻസേഴ്സിന് പോലും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ദുബായിൽ എത്രത്തോളമാണ് ഈ ഗ്രാഫിക് ഡിസൈനേഴ്സിന് സാലറി കിട്ടുന്നത് എന്നുള്ളത് കുറച്ച് വെബ്സൈറ്റുകളിലൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 3 വെബ്സൈറ്റുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് ഡോർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ആവറേജ് ആയിട്ട് ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് 4,000 to 9,000 AED ആണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ റുപ്പീസിൽ കൺവേർട്ട് ചെയ്ത് നോക്കാം. പിന്നെ അപ്പം മിനിമം ഒരു 4,000 എന്നൊക്കെയാണ് ഇതിൽ കിടക്കുന്നത്. പക്ഷേ ഇതിന് താഴെയും പോവാം, ഇതിന് മുകളിലോട്ടും പോവാം. അത് നിങ്ങളുടെ കമ്പനി സ്കില്ലും ഒക്കെ ബേസ് ചെയ്തിരിക്കും. ഇതൊരു ആവറേജ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സ്കില്ല് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും, പിന്നെ കമ്പനി, ഈ 2 കാര്യങ്ങൾ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും നമ്മുടെ സാലറി ഇരിക്കുന്നത്. ഇതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഡീഡിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന 3,567 പെർ മന്ത് എന്നാണ്. അതും AEDയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വെബ്സൈറ്റ് ഗൾഫ് ടാലൻ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും 4,000 AED ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മുകളിലോട്ടും താഴോട്ടും പോകാം. ഇത് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ്. ഇത് ഈ ഒരു എമൗണ്ട് നല്ല എമൗണ്ട് ആണോ അല്ലയോ എന്നുള്ളതും ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പിന്നെ വേറൊരു വീഡിയോ ചെയ്യാം. ഇത് കൂടാതെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു നല്ല കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി ലെവൽ, ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, എനിക്ക് മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഒരു എൻട്രി ലെവലിൽ ഇപ്പോൾ ഒരു നല്ല കമ്പനിയാണെങ്കിൽ ഒരു 5K to 8K കൊടുക്കാം. അതുപോലെ തന്നെ മിഡ് ലെവലൊക്കെ ആണെങ്കിൽ ഒരു 8K തൊട്ട് 15K വരെ. അതുപോലെ സീനിയർ ലെവൽ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ലെവലിലൊക്കെ ആണെങ്കിൽ ഒരു 15 to 25K വരെയൊക്കെ കിട്ടാം. പിന്നെ ഫ്രീലാൻസേഴ്സിനാണെങ്കിൽ ഒരു മണിക്കൂറിന് ഇപ്പം 100 തൊട്ട് 400 വരെ കിട്ടാം. ഇതെല്ലാം ദർഹത്തിലാണ്, AEDയിലാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ വീണ്ടും പറയണത് എൻ്റെ ഒരു അഭിപ്രായത്തിലും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുമാണ് ഞാൻ പറയുന്നത്. ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ദുബായ്. അതിപ്പോൾ ഗ്രാഫിക് ഡിസൈൻ എന്ന് മാത്രമല്ല, വേറെ എന്ത് ഒരു സ്കില്ലായാലും, ഇപ്പം മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള എന്ത് സ്കില്ലായാലും വളരാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ദുബായ്. അപ്പം നിങ്ങളുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ സറൗണ്ടിങ്സും കൂടെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വളരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ദുബായ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറച്ച് പേരുടെ ഡൗട്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.